ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും നോമ്പിന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പിന് മാത്രമല്ല, ഇപ്പോൾ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്നതും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മുടെ അടുത്ത വീഡിയോ വരുന്നുണ്ട് സ്നാക്കിൻ്റെ, അതുകൂടെ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിനകത്തോട്ട് 1 കപ്പ് പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളേ ഉള്ളൂ. അതിനകത്തോട്ട് നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ പഴമാണെങ്കിൽ ഒരു റോബസ്റ്റ പഴം ചേർക്കാം. ചെറുപഴമാണെങ്കിൽ ഒരു 2 3 നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ വേറെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. കുറച്ചും കൂടി ഹെൽത്തിയാണ് കുടിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. കാരണം നമ്മൾ പൈനാപ്പിളിൻ്റെ ഇതൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോഴാണ് ആ പൈനാപ്പിളിൻ്റെ ഇതൊക്കെ പോയി കിട്ടുള്ളൂ, ആ നാര് പോലത്തെ സംഭവമൊക്കെ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ പൈനാപ്പിൾ മാത്രമായിട്ട് അടിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ പഴം കൂട്ടി അടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഒരു മട്ടുണ്ടല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിലേക്കൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് അരിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അനാറ് വേണം നിർബന്ധമില്ല, കുറച്ചൊന്ന് കുടിക്കുമ്പോൾ ഒരു കടിക്കാൻ വേണ്ടിയിട്ട് ചേർത്തന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതാണെങ്കിലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് തണുപ്പോടെ തന്നെ സെർവ് ചെയ്യാം. ഐസ് ക്യൂബ്സ് ഇട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് നല്ല കിടുക്കനായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടെ വരുന്നുണ്ട്. എല്ലാവരും കാണുക. കാരണം നമ്മളിതിന് ഡെയിലി 2 വീഡിയോ വെച്ചാണ് ഇടുന്നത്, രാവിലെയും ഉച്ചയ്ക്കുമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.